നമസ്കാരം, ഞാൻ മോഹൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി സെക്കൻഡ് ടൈമിലേക്ക് കഴിഞ്ഞ വർഷം, അതായത് 2023-24 നടന്ന ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ്. പരീക്ഷ എഴുതേണ്ട രീതിയും പരീക്ഷാ നിബന്ധനകളുമെല്ലാം നമുക്ക് മുന്നേ അറിയാം എന്നുള്ളതുകൊണ്ട് നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ശരി എഴുതാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ഇപ്പോൾ തന്നെ ചെയ്യുക. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സൂചന, मेरे बच्चे को सिखाइए पत्र का अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. मेरे बच्चे को सिखाइए എന്ന ലെറ്ററിനെ ആസ്പദമാക്കി, ആ പാഠഭാഗത്തെ ആസ്പദമാക്കി 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ്. പാസേജ് ചുവടെ തന്നിരിക്കുന്നു. പാസേജ് വായിക്കാം. വ भले लोगों के साथ नेक व्यवहार करे और बदमाशों को करारा सबक सिखाई. വ ഭലേ ലോഗോं के साथ, അവൻ നല്ലവരായ ആളുകളോട് നേക്ക് വ്യവഹാർ കരേ, നല്ല രീതിയിൽ പെരുമാറണം. ഓർ അതുപോലെ തന്നെ ബദ്മാശോങ്കോ, തെമ്മാടികളായ മോശപ്പെട്ട ആളുകളോട് കരാര സബക്ക് സിഖായി, അവർക്കൊരു കടുത്ത പാഠം പഠിപ്പിക്കുകയും വേണം. ജബ് ലോഗ് ഫേഡോം കി തരഹ്, ആളുകൾ ചെമ്മരിയാടുകളെ പോലെ ഏക്ക് ഹി ഏക്ക് രാസ്തേ പർ ചൽ രഹി ഹോം തോ, ഒന്നിനു പിറകെ ഒന്നായി നടന്നു പോകുമ്പോൾ ഉസ്മേം ഭീഡ് സേ അലഗ് ഹോക്കർ അപ്ന രാസ്ത ബനാനെ കി ഹിമ്മത്ത് ഹോ, ആ തിരക്കിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി പോകുന്നതിന് പകരം വേറെ മാറ്റി നിർത്തി അവരവരുടെ വഴി കണ്ടുപിടിക്കാൻ അവർക്ക് ധൈര്യം കൊടുക്കണം. ഉസേ സിഖായെങ്കി, അതുപോലെ തന്നെ അവനെ പഠിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഹറേക്ക് കി ബാത്തുക്കോ, ആര് പറയുന്ന കാര്യവും ആരെന്ത് പറഞ്ഞാലും ധൈര്യപൂർവക്ക് സുനേ, ധൈര്യപൂർവം കേൾക്കണം. ഫിർ ഉസേ സത്യ കി കസൗട്ടി പർ, പിന്നീട് ആ കേൾക്കുന്ന കാര്യങ്ങൾ സത്യത്തിന്റെ ഉരകല്ലിൽ കസേ ഒരച്ചിട്ട് അവർ കേവൽ അച്ചായിക്കോ ഹി ഗ്രഹൺ കരേ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും വേണം. അഗർ ഹോ സകെ തോ ഉസേ ദുഃഖമേ ഭി ഹസനെ കി സീഖ്തേം, പറ്റുമെങ്കിൽ അവനെ ദുഃഖത്തിൽ ചിരിക്കാനുമുള്ള ഒരു സന്ദേശം പഠിപ്പിക്കുക. ഇനി ഈ പാസേജിനെ ആസ്പദമാക്കി ആദ്യം തന്നിരിക്കുന്ന ചോദ്യം, ഉസ്മേം മേം നിഹിത് സർവനാമ കോൻസാഹെ, ഉസ്മേം എന്നുള്ളതിൽ സർവനാമം ഏതാണ്? ഉസ്മേം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു പ്രത്യേക നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പമാർഗമുണ്ട്. ആ എളുപ്പമാർഗം ഞാൻ ഇതിനോടൊപ്പം ലിങ്ക് കൊടുത്തിരിക്കാം, അത് എല്ലാവരും കാണുകയും വേണം. ഇവിടെ ബഹ് പ്ലസ് മേമാണ് ഉസ്മേം. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ബദ്മാശോം കെ സംബന്ധ് മേം അബ്രഹാം ലിങ്കൻ ക്യാ കഹത്തെ ഹെ, ബദ്മാശിനെ കുറിച്ച് എന്താണ് എബ്രഹാം ലിങ്കന്റെ അഭിപ്രായം? ബദ്മാശോം കോ ആസാനി സെ കാബൂ മേം കിയാ ജാ സക്താ ഹെ, ബദ്മാശോം കോ കരാരാ സബക് സിഖായേ, ഇതാണ് ആൻസർ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, താഴെ തന്നിരിക്കുന്നതിൽ വായിച്ചു നോക്കിയിട്ട് ആ പാസേജിനെ ആസ്പദമാക്കി ശരിയായിട്ടുള്ള 4 പ്രസ്താവനകൾ ഏതാണെന്ന് നോക്കണം. ഒന്നാമത്തത്, ഹമേം ഫീഡ് സേ അലഗ് ഹോക്കർ അപ്ന രാസ്ത ബനാനാ ഹെ, അത് ശരിയാണ്. ഹമേം ഫലേ ലോഗോം കെ സാത്ത്, നല്ലവരായ ആളുകളോട് ബുരാ വ്യവഹാർ കർനാ ഹെ, മോശമായി പെരുമാറണം, അത് തെറ്റാണ്. അടുത്തത്, ഹമേം ഹരേക്ക് കി ബാത്ത് ധൈര്യപൂർവ്വക്ക് സുന്നി ഹെ, എല്ലാവരും ആര് പറയുന്ന കാര്യവും ധൈര്യപൂർവ്വം കേൾക്കണം, അത് ശരിയാണ്. ഹമേം ബുരായിക്കോ ഗ്രഹൺ കർണാ ഹെ, നമ്മൾ തെറ്റ് ഗ്രഹിക്കണം, അത് തെറ്റാണ്. ഹമേം
ദുഃഖമേം ഭി ഹസിനാഹെ, നമ്മൾ ദുഃഖത്തിലും ചിരിക്കണം, അത് ശരിയാണ്. ഹമേം ഹർ ബാത്തുക്കോ സത്യക്ക് കസൗട്ടി പർ കസിനാഹെ, നമ്മൾ എന്തൊരു കാര്യം എവിടുന്ന് കേട്ടാലും സത്യത്തിന്റെ കസൗട്ടിയിൽ ഉരകല്ലിൽ ഉരച്ചു നോക്കണം, അത് ശരിയാണ്. അടുത്ത സൂചന, സുഖ് ദുഃഖ് കവിത की पंक्तियां पढ़े और प्रश्न चार और 5 के उत्तर लिखे. 4ഉം 5ഉം ചോദ്യങ്ങളുടെ ഉത്തരം സുഖ ദുഃഖ് എന്ന കവിതയെ ആസ്പദമാക്കി ഉള്ളതാണ്, അതെഴുതണം. പാസേജ്, യഹ് സാഞ്ച് ഉഷാ കാ അങ്കൻ ആലിംഗന് വിരഹ് മിലൻ കാ ചിര ഹാസ് അശ്രുമയ ആനന് രേ ഇസ് മാനവ് ജീവൻ കാ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള പാസേജാണ്. ഇതിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് മുഖ സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖയും, മുഖത്തിന് സമാനമായ അർത്ഥം ഏതാണെന്ന് വെച്ചാൽ എഴുതണം. ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആനനമാണ്, ആനൻ. 5 കവിതാംശുമേം സാഞ്ച് ഓർ ഉഷ കിൻ കിൻ കെ പ്രതീക്, കവിതയിൽ സാഞ്ച് സന്ധ്യയും അതുപോലെ തന്നെ ഉഷ പ്രഭാതവും എന്തിന്റെ എല്ലാം പ്രതീകങ്ങളാണ്. സാഞ്ച് ദുഃഖ് ഓർ ഉഷ സുഖ് കാ പ്രതീക് ഹെ. അടുത്ത സൂചന, പിതാ കാ പ്രായച്ചിത്ത് സംസ്മരൺ കാ യഹ് അംശ പഠേ ഓർ ച ഓർ 7 കെ ഉത്തർ ലിഖേം. 6, 7 എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പാസേജ്, സജാ രഖ്നെ കെ ബാദ് ഭി മയും ഷായത് ചൂട്ട് ബോൾനെ കി അപ്നി ആദത്ത് നഹീം ബദൽത്തി ഹോത്തി. ഒരു പക്ഷേ എനിക്കൊരു ശിക്ഷ കിട്ടുകയായിരുന്നുവെങ്കിൽ ഞാൻ പിന്നീടും തെറ്റ് ചെയ്യുന്ന സ്വഭാവം മാറ്റില്ലായിരുന്നു. പരന്തു, എന്നാൽ ഇസ് അഹിംസക് ഘട്നാക്ക, അഹിംസകമായ ഈ സംഭവം മേരെ ഊപ്പർ ബഹുത് ഗഹര അസർ ഹുവ, എന്നിൽ ഒരു വലിയ സ്വാധീനമായിരുന്നു ഉണ്ടാക്കിയത്. മുझे लगता है, എനിക്ക് തോന്നുന്നു, ജൈസേ ബഹ് ഘട്ന, എനിക്ക് തോന്നുന്നത് ആ സംഭവം കൽ ഹി ഇന്നലെ തന്നെ ഘടി ഹോ, നടന്നതാണോ സംഭവിച്ചതാണോ എന്നെനിക്കിപ്പോഴും തോന്നുന്നു. അഹിംസക്ക്, അഹിംസയുടെ യഹി ശക്തി ഹേ, ശക്തി ഇതാണ്. 6ാമത്തെ ചോദ്യം, സഖി വാക്യ ചുൻകർ ലിഖേം, ശരിയായിട്ടുള്ള വാക്യം തെരഞ്ഞെടുത്തെഴുതുക. ആ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കിടക്കുന്ന അരുൺ ഗാന്ധി ആശ്രമ മേം രഹിത്താഹേ, അവിടെ സബ്ജക്റ്റ് അരുൺ ഗാന്ധി പുല്ലിംഗ ഏകവചനമാണ്, അതുകൊണ്ട് തന്നെ. അടുത്ത 7ാമത്തെ ചോദ്യം, അപ്നി ഗൽത്തി പർ പിതാക്കോ പ്രായച്ചിത്ത് കർത്തേ ദേക്ക് അരുൺ ഗാന്ധിക്കോ ബഹുത്ത് ദുഃഖ് ഹുവ, അരുൺ ഗാന്ധിക്ക് വളരെ ദുഃഖമുണ്ടായി. ഉസ്നെ കവി ചൂട്ട്ന ബോൽനേക്കാ നിർണയിക്കുക, ഒരിക്കലും ഇനി കള്ളം പറയില്ല എന്ന് താൻ തീരുമാനിച്ചു. അരുൺ ഗാന്ധിക്ക് ഉസ് ദിൻ കി ഡയറി ലിഖിയും, അരുൺ ഗാന്ധിയുടെ അന്നത്തെ ഡയറി എഴുതുക. ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ അതിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഡയറി എഴുതുന്നത് ഒരു സംഭവം നടന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാം ഡയറി എഴുതുന്നത് രാത്രിയിലായിരിക്കും, അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് തീയതി വെക്കണം, ദിവസവും നമുക്ക് വെക്കാം. അതുപോലെ തന്നെ ഏത് ഡയറിക്കും കോമണായി എഴുതാവുന്ന ചില വാചകങ്ങളുണ്ട്. അത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ഏത് ഡയറി ചോദിച്ചാലും എഴുതാൻ പറ്റും. അതിങ്ങനെയാണ്, ആജ് കൈസാ ദിൻ ഥാ, ഇന്ന് എന്തൊരു ദിവസമായിരുന്നു. ആജ് കാ ദിൻ മൈ കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. മേരി ബാത്തേയും, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ. മൈ കിസ്സേ കഹൂം, ഞാൻ ആരോട് പറയും. മൈ ഡയറി മേം ലിഖ്താഹും, ഞാൻ ഡയറിയിൽ എഴുതുന്നു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അടുത്ത പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ തുടർന്നോ നമുക്ക് എഴുതാം. ഇവിടെ അരുൺ ഗാന്ധി എന്താണ് പറയുന്നത്? ആജ് മൈം പിതാജി കോ ഏക്ക് മീറ്റിംഗ് കെ ലിയേ ഷഹർ ലേ ഗയാ, ഇന്ന് ഞാൻ എന്നെ പിതാജിയെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. ബതായകയെ കാമോം കോ നിപടാക്ക്, പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം 5 ബജേ ഉരേം ലേനെ ജാനാഥ, 5 മണിക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകണം, ഇതായിരുന്നു പറഞ്ഞിരുന്നത്. ലേക്കിൻ, എന്നാൽ ഫിലിം ദേഖ്തേ രഹിനേസേ
ഞാനൊരു ഫിലിം കണ്ടതുകൊണ്ട് ഉനേം ലേനേമേ സമയിപ്പർ വഹാം പഹുഞ്ച് ന സക പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞിരുന്നില്ല. പിതാജി ബേസബ്രീസെ മേരാ ഇന്തുസാർ കർ രഹേദേ അക്ഷമയോടെ എന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഉൻകെ പൂച്ചനെ പർ മയം ചൂട്ട് പോല കി അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ കള്ളം പറഞ്ഞു. എന്താണ്? കി കാർ തയ്യാർ നഹീ ഥി കാറ് റെഡിയായിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇസ്ലിയെ ദേർ ഹോ ഗയി അതുകൊണ്ടാണ് സമയം വൈകിയതെന്ന് പറഞ്ഞു. ലേക്കിൻ പിതാജി അസ്ലിയത് ജാൻ ചുകേതേ എന്നാൽ പിതാജി മുന്നേ തന്നെ സത്യം എന്താണെന്ന് അറിഞ്ഞിരുന്നു. മേരി ചൂട്ട് പർ പ്രായച്ചിത്ത് കർത്തേ ഹുയെ പിതാജീനെ ഘർ തക്ക് കി 18 മീൽ ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ട് അതിന്റെ പ്രായച്ചിത്തം എന്നോണം പിതാജി വീട് വരെയുള്ള 18 മീൽ 18 മൈൽ ദൂരം പൈതൽ ചൽക്കർ തയ്ക്കിയ നടന്നു പോകാൻ തീരുമാനിച്ചു. മയം ഉൻകെ പീച്ചെ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ ധീമീ ഗതീസേ മെല്ലെ മെല്ലെ കാർ പഹൂഞ്ച ഞാൻ മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ പിന്നാലെ കാർ ഓടിച്ചു. ഇസ് ഘട്നാസെ ഈ സംഭവത്തോട് ദുഃഖി ഹോക്കർ മൈനെ കവി ചൂട്ട് ന ബോൾനെ കാൻ നിർണയിക്കുക ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന് തീരുമാനിച്ചു. ആജ് കാ യഹ് വിശേഷ ദിൻ മയം കൈസേ ഭൂലും ഇന്നത്തെ പോലെയുള്ള ആ വിശേഷ ദിവസം ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റുന്നത്? അടുത്ത സൂചന डॉक्टर के नाम मजदूर का पत्र कविता की पंक्तियां पढ़े और प्रश्न 8 और 9 के उत्तर लिखे. ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന കവിതയെ ആസ്പദമാക്കി 8, 9 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാസേജ് വായിക്കാം. ഹമീം മാലൂം ഹേ അപ്നി ബീമാരി കാ കാരൺ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രോഗകാരണം. വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹേ അതൊരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാനത്തെ ഹേ അത് എല്ലാവർക്കും അറിയാം. പർ കഹ്ത കൊയ് നഹീം എന്നാൽ ആരും പറയുന്നില്ല. വഹ് ഹേ ഗരീബി അതാണ് ഗരീബി. ആദ്യത്തെ ചോദ്യം छोटा शब्द में विशेषण शब्द कौन सा है? छोटा ശബ്ദ് ചെറിയ വാക്ക് എന്നുള്ളതിലെ വിശേഷണ ശബ്ദം ഏതാണ്? വിശേഷണം എന്നാൽ നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന പദമാണ് വിശേഷണം അല്ലെങ്കിൽ നാമവിശേഷണം. ഇംഗ്ലീഷിൽ അതിന് അഡ്ജക്റ്റീവ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആ വാക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചെറിയ വാക്ക് കൊണ്ടാണ്. ചെറിയ ചോട്ട, ആ ചോട്ടയാണ് വിശേഷൻ. അടുത്ത 9ാമത്തെ ചോദ്യം കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേം കവിതയുടെ ആശയം എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ഏത് കവിതയുടെ ആശയം എഴുതാൻ ചോദിച്ചാലും ആ കവിയുടെ പേരും കവിതയുടെ പേരും നമ്മൾ എഴുതാൻ മറക്കരുത്. അപ്പോൾ അത് രണ്ടും നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം. ഇവിടെ ബർത്തോൾഡ് ബ്രെക്റ്റിന്റെ കവിതയാണ് പ്രസ്തുത പങ്ക്തിയാം പ്രമുഖ കവി बर्तोल्ड ब्रेख्त की डॉक्टर के नाम मजदूर का पत्र है नामक कविता से ली गई है. इसमें मजदूर अपनी बीमारी का कारण डॉक्टर से बताते हैं. ഇവിടെ തന്റെ അസുഖ കാരണത്തെക്കുറിച്ച് മസ്ദൂർ തൊഴിലാളി ആരോട് പറയുന്നു? ഡോക്ടറോട് പറയുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് എഴുതിയാൽ മതിയാകും. ഞാനിവിടെ മോഡലിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. मजदूर डॉक्टर से बताता है कि मजदूर डॉक्टर से बताता है कि मजदूर ഡോക്ടറോട് പറയുന്നു अपनी बीमारी का कारण वे जानते हैं തന്റെ അസുഖ കാരണം അവർക്കറിയാം. വഹിയേക്ക് ചോട്ടാ സാ ശബ്ദ ഹേ അതൊരു ചെറിയ വാക്കാണ്. ഉസ്കെ ബാരേമേ സബ് ജാനത്തെ ഹേ അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. ലേക്കിൻ കൊയ് നഹീ കഹ്ത എന്നാൽ ആരും തന്നെ പറയുന്നില്ല. വഹി ശബ്ദ ഹേ ഗരീബി ആ വാക്ക് ഏതാണ്? പട്ടിണിയാണ്. ഉസ്കെ പാസ് അവശ്യക് ഭോജൻ നഹീ ഹേ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നും കിട്ടുന്നില്ല. വാസ്തവമേയും ഉസ്കി ബീമാരി കാ കാരൺ ഗരീബി ഹീ ഹേ അവരുടെ അസുഖ കാരണം എന്താണ്? ദാരിദ്ര്യം തന്നെയാണ്. വഹ് കഹിന കൊയ് നഹി ചാഹത്ത അത് പറയാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല.
ക്യോങ്കി എന്തെന്നാൽ ബഹുത്തോ സ്വാഭിമാനിക്ക് ബാത്ത് ഹെ, അതൊരു അഭിമാന പ്രശ്നമാണ്. യഹാ കവി സരള ഭാഷാ കെ പ്രयोग से गरीब मजदूरों का ഹാലത്ത് പ്രസ്തുത കർണേമേയും സഫൽ ഹുയി ഹെ. നമുക്കൊരു പക്ഷേ ഒരു ടിപ്പണി തയ്യാറാക്കാനാണ് പറയുന്നത് എങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് ചേർക്കണം. അതിന്റെ ഭാഷാ പ്രയോഗങ്ങൾ എങ്ങനെയുണ്ട്, അത് എത്രമാത്രം ഉചിതമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. കവിത ബഹുത്ത് പ്രാസംഗിക ഓർ അച്ചി ഹെ, ഇന്നത്തെ കാലത്തിന് അനുസരിച്ചുള്ളതും അതുപോലെ തന്നെ നല്ലതുമായ ഒരു കവിതയാണ് എന്ന് നമ്മൾ എഴുതി സമർപ്പിക്കണം. അടുത്ത സൂചന ദോഹ പടേ ഓർ 10 से 12 तक के प्रश्नों के उत्तर लिखें. ദോഹ വായിച്ചിട്ട് 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇവിടെ ദോഹ തന്നിരിക്കുന്നത് കബീർദാസിൻ്റെതാണ്. ബഡാ ഹുവാ തോ ക്യാ ഹുവാ, വലുതാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം. ജൈസേ പേട് ഖജൂർ, ആരെ പോലെ വലുതാണെന്ന് പറഞ്ഞിട്ട്, ഈന്തപ്പനെ പോലെ വലുതാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം. ഈന്തപ്പന എന്ത് ചെയ്യുന്നില്ല, പന്തീക്കോ ഛായാനഹിം, യാത്രക്കാർക്ക് തണൽ കൊടുക്കുന്നില്ല. ഫല്ലാഗി അതിദൂർ, അതിന്റെ പഴങ്ങളോ വളരെ ദൂരത്തിലാണ്, അതായത് വളരെ ഉയരത്തിലാണ്. 10ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കബീറിനെ സ്വാർത്ഥി ലോഗോ കി തുലന കിസ് പേട് സേ കി ഹേ, സ്വാർത്ഥികളായ ആളുകളെ ഏത് വൃക്ഷത്തോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. 2ാമത് കിടക്കുന്ന ഖജൂർ കെ പേട് സേ. അടുത്ത ചോദ്യം 11, യാത്രി കെ അർത്ഥമേയും പ്രയുക്ത് ശബ്ദ് ദോഹേ സേ ചുൻകർ ലിഖേ, യാത്രി എന്ന അർത്ഥം വരുന്ന വാക്ക് ദോഹയിൽ തന്നിരിക്കുന്നത് ഏതാണെന്ന് പരിശോധിക്കുക. അത് 3ാമത് കിടക്കുന്ന പന്തിയാണ്. അടുത്തത് സൂചന ബാത്ത് ഉസ് മംഗൾവാർ കി ഡയറി കാ അംശ് പഠേ. ബാത്ത് ഉസ് മംഗൾവാർ കി എന്ന ഡയറിയുടെ അംശം വായിച്ചിട്ട് എന്താണ്, തേരക സേ 15 തക്കെ പ്രശ്നോ കെ ഉത്തർ ലിഖേ, 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. നമുക്ക് പാസേജ് വായിച്ചു നോക്കാം. പാസേജ് വായിക്കാം. മുജ്സെ, എന്നോട് കൈ ലോഗ് പൂച്ചത്തെ ഹേ, പല ആളുകളും ചോദിക്കുന്നു. കി ഷഹർ മേം, എന്താണ്, പട്ടണത്തിൽ, മേരാ ക്ലിനിക്ക് കഹാം ഹേ, എൻ്റെ ക്ലിനിക്ക് എവിടെയാണ്. മേരാ ജവാബ് ഹോത്താ ഹേ, എൻ്റെ മറുപടി ഇതാണ്. കി മേരാ ക്ലിനിക്ക്, എൻ്റെ ക്ലിനിക്ക്, ഷഹർ മേ നഹി ഹേ, പട്ടണത്തിലല്ല. യഹീം, ഇവിടെ, ജംഗൽ കെ ബീച്ച്, വനത്തിന് നടുവിൽ, ഏ സഭി മേരെ ക്ലിനിക്ക് ഹേ, ഇതെല്ലാം എൻ്റെ ക്ലിനിക്കാണ്. മുझे, എനിക്ക്, ഇസി തരഹ ഡോക്ടർ ബനെ രഹ്നാ ഹേ, എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഡോക്ടറാണ് ആകേണ്ടത്. യഹി കാം, ഈ ജോലി, മുझे അച്ഛാ ലഗ്താ ഹേ, എനിക്ക് വളരെ നല്ലതായി തോന്നുന്നു. അവർ ഇസി കാം കാ, അതുപോലെ തന്നെ ഈ ജോലിയാണ് മുझे, എന്നെ, റോസ് ഡെയിലി ഇന്തസാർ രഹ്താ ഹേ, പ്രതീക്ഷിച്ചിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം, ഡോക്ടർ രമണി അട്കുറി കിസ് തരഹ കി ഡോക്ടർ ബനെ രഹ്നാ ചാഹത്തി ഹേ, ഏത് തരത്തിലുള്ള ഡോക്ടർ ആകാനാണ് ആഗ്രഹിക്കുന്നത്. 3ാമത് കിടക്കുന്ന പരോപകാരി. 14ാമത്തെ ചോദ്യം, ഡോക്ടർ രമണി അട്കുറി കഹാം ക്ലിനിക് ചലാന ചാഹത്തി ഹേ, എവിടെയാണ് ക്ലിനിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ജംഗൽ കെ ബീച്ചുമേ, വനത്തിന് നടുവിലാണ്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം, വിശ്വ സ്വാസ്ഥ്യ ദിവസ്, ലോക ആരോഗ്യ ദിവസമായ 7 അപ്രിൽ, ഏപ്രിൽ മാസം 7-ാം തീയതി, 2024 കോ, 24 ഹേ ആണ്. ഇസ് അവസർ പർ, ഈ അവസരത്തിൽ, ആപ്കെ സ്കൂൾ മേം, നിങ്ങളുടെ സ്കൂളിൽ, ഡോക്ടർ രമണി അട്കുറിയെ ആദർ കിയാ ജായക, ആദരിക്കുന്നു. ഇസ്കേ ലിയേ, ഇതിനു വേണ്ടി പോസ്റ്റർ തയ്യാർ കരേ, ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ അറിയണം. ഹിന്ദി ഭാഷയിലെ കഴിവ് പരിശോധിക്കാനാണ് ഈ പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല.
അക്ഷരങ്ങൾ, ടെക്സ്റ്റിന് പ്രാധാന്യം നൽകി വേണം നമ്മളിത് തയ്യാറാക്കാൻ. പ്രോഗ്രാമുകളെക്കുറിച്ച് അറിയിപ്പ് നൽകുന്നതിനും അതുപോലെ തന്നെ പ്രത്യേക സന്ദേശം നൽകുന്നതിനും ആണ് നമ്മൾ സാധാരണ പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നത്. വിഷയം, സന്ദർഭം എന്നിവ മനസ്സിലാക്കി നമ്മൾ പോസ്റ്റർ തയ്യാറാക്കണം. ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്ഥലം, സമയം മുതലായ കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും വെച്ച് നമ്മൾ നല്ല രീതിയിലൊരു പോസ്റ്റർ തയ്യാറാക്കണം. ഇതിന് നമുക്കൊരു ചോയ്സ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. ചോയ്സ് എന്താണ്? രമണി അട്കുറി ഗരീബ് പോങ്കി ഡോക്ടർ ബെനെ രഗ്ന ചാഹത്തി ഹേ. അവരൊരു പാവപ്പെട്ട ആളുകളുടെ ഡോക്ടറാകാനാണ് ആഗ്രഹിക്കുന്നത്. ബ്രാഹ്മണി ഗ്രാമത്തിലെ അപ്പനെ അനുഭവം കെ ബാരേമേ, തന്റെ അനുഭവങ്ങളെ സംബന്ധിച്ച് ഏക്ക് വേ അപ്പനെ മിത്ര കെ നാം, തന്റെ ഒരു കൂട്ടുകാരന് അല്ലെങ്കിൽ ഒരു മിത്രത്തിന് പത്ര ലിഖ്തി ഹെ, കത്ത് എഴുതുകയാണ്. ആ കത്ത് നമ്മളുടെ ഭാവന അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ മോഡലിന് വേണ്ടി ഒന്ന് കൊടുക്കുന്നു. കത്തെഴുതുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു പ്രൊഫോമ പഠിച്ചിരിക്കണം. അപ്പോൾ അതിനകത്ത് സ്ഥലം ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു നല്ലൊരു അഭിസംബോധന ഉണ്ടാകണം. കോമണായി നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന, എഴുതാൻ കൊള്ളാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എഴുതണം. ഇപ്പോൾ ഇവിടെ ഞാൻ മോഡലിന് വേണ്ടി ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. നമുക്കതൊന്ന് പരിശോധിക്കാം. തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? കുശൽ ഹോന, സുഖം തന്നെയല്ലേ? മൈ യഹാ ടീക്ക് ഹും, ഞാനിവിടെ വളരെ സുഖമായിരിക്കുന്നു. മൈ ജംഗൽ കെ ബീച്ച്, ഞാൻ വനത്തിന് നടുവിൽ. ബ്രാഹ്മണി ഗ്രാമത്തിൽ. ഹർ മംഗൾവാർക്കോ, എല്ലാ മംഗൾവാറിലും തിങ്കളാഴ്ചയും. ചലാത്തെ ആ രഹേ ക്ലിനിക്ക് കി, നടത്തുന്ന ആ ക്ലിനിക്കിന്റെ കുച്ച് ഖാസ് ബാത്തേ, അതിന്റെ കുറെ വിശേഷപ്പെട്ട കാര്യങ്ങൾ തുംസേ ബാണ്ട്തി ഹും, നിന്നോട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്ര വിശാലമായിട്ടൊന്നും എഴുതണമെന്നില്ല, എങ്കിൽ പോലും ഞാൻ അത് എഴുതാൻ വേണ്ടി ഇത്ര വിശാലമായി കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ബർസാത്ത് കെ മൗസം ഹോനെ പർ ഭി, മഴക്കാലമായിട്ട് കൂടി. അപ്പനെ സാത്തിയോം കെ സാത്ത്, തന്റെ കൂട്ടുകാരോടൊപ്പം 65 കിലോമീറ്റർ യാത്ര കർക്കെ ബ്രാഹ്മണി ഗാവ് പകഞ്ചി, വളരെ കഷ്ടപ്പെട്ടാണ് ഗ്രാമത്തിൽ എത്തിയത്. ക്ലിനിക്കുമേയും ബഹുത്ത് ഭീഡ് ഹമാരി പ്രതീക്ഷ കർ രഹേ ഥേ, ക്ലിനിക്കില് എന്നെ പ്രതീക്ഷിച്ച് വലിയ തിരക്കുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടി വഹാ ഗാവ് കെ ബാഹർ സേ ഭി ലോക ആത്തെ ഹെ, അവിടെ ഗ്രാമത്തിന് പുറത്തുള്ള ആളുകളും വന്നിരുന്നു. അൻപത് ഹോനേസെ, പഠിത്തമില്ലാത്തവരായതുകൊണ്ട് ജബ് സബ് ഇഞ്ചക്ഷൻ പെർ ബഹുത്ത് വിശ്വാസ് കർത്തേ ഹെ, ഇഞ്ചക്ഷനിലായിരുന്നു അവർക്ക് വളരെ വിശ്വാസം. ഇസിലിയെ, അതുകൊണ്ട് ഉനെ ബഹുത്ത് സമച്ചാനാപ്പെട്ടാത്ത, അവരെ പലതും പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഭാര്യ വർഷാക്കെ കാരൻ, വലിയ മഴയായതുകൊണ്ട് ആമേ ജംഗൽ മേഹി രുഖ്നാപട, ഞങ്ങൾക്ക് വനത്തിൽ തന്നെ തങ്ങേണ്ടതായി വന്നു. ഭോജൻ ബനാക്കർ ഖാനാപട, അവിടെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ കഴിയേണ്ടി വന്നു. ഉസ്ദിൻ, അന്ന് ഹംനെ, ഞാൻ ലഗ്ഭഗ് ഏകദേശം 80 മരീസ്കോ ദേഖേ, 70 രോഗികളെ നോക്കി. ലഗ്ത യഹാം കെ ലോഗ് ഹമേ ബഹുത്ത് ചാഹത്തെ ഹേ, എന്നെ വളരെ അവിടുത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. മുച്ചേ ഭി ജംഗൽ കെ ബീച്ച് കെ യഹ് ക്ലിനിക്ക് ബഹുത്ത് പസന്ത് ഹേ, എനിക്കും അവിടുത്തെ ക്ലിനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത്രയും ആ ക്ലിനിക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു കൺക്ലൂഷൻ പറയണം. വഹാ തുമാരി ക്ലിനിക്ക് കൈസേ ചൽ രഹേ ഹേ, അവിടെ ആ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, നിന്റെ അവിടുത്തെ ക്ലിനിക്ക് എങ്ങനെ നടക്കുന്നുണ്ട്? ഖർവാലോങ്കോ മേരാ പൂച്ച്താ കഹിന, വീട്ടിലുള്ളവരെ എന്റെ അന്വേഷണം പറയണം. തും കബി യഹാ ആവോഗി, നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ജവാബ് പത്രിക പ്രതീക്ഷാമേ, മറുപടി കത്തിന്റെ പ്രതീക്ഷയോടുകൂടി ഇനി നമ്മളൊരു നല്ലൊരു കോംപ്ലിമെന്ററി ക്ലോസ് കൊടുക്കുകയാണ്. തുമാരി സഹേലി, കൂട്ടുകാരി, ഒപ്പ് വേണം, പേര് വേണം, പിന്നീട് അഡ്രസ്സും വേണം. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ഒരു നല്ല കത്തായി. അടുത്ത സൂചന, ഇന്ദ്രധനുഷ് ധർത്തി പർ ഉതര, ഇന്ദ്രധനുഷ് ഭൂമിയിൽ ഇറങ്ങി. चित्रकथा का एकांश पढ़ें और प्रश्न 16 और 17 के उत्तर लिखें. 16-17 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതണം. സപ്തം പറയുകയാണ്. അപ്നെ ഘർ മേ മുझे रहने दिया, നീ നിന്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അനുവാദം തന്നു. ബഹുത്ത് ശുക്രിയ, വളരെ നന്ദിയുണ്ട്. അബ് മുझे വാപ്പസ് ജാനാ ഹെ, എനിക്കിപ്പോ മടങ്ങി പോകേണ്ടിയിരിക്കുന്നു. ലട്കേനെ ഉസേ വിദാദി,
ആ കുട്ടി അതിന് വിട ചൊല്ലി. വർഷാക്കി ബൂന്തേം ബർസനെ ലഗി, മഴത്തുള്ളികൾ വർഷിക്കാൻ തുടങ്ങി. പൂർവമേ സൂര്യക്ക് കിരണയും, കിഴക്ക് ഭാഗത്ത് സൂര്യന്റെ കിരണങ്ങൾ ചൽക്കിനെ ലഗിയും തിളങ്ങാൻ തുടങ്ങി. സാത്ത് രംഗോമാല ഇന്ദ്രധനുഷ്, 7 നിറങ്ങളുള്ള ഇന്ദ്രധനുഷ് ചമക്കിനെ ലഗ തിളങ്ങാൻ തുടങ്ങി. സപ്തം എന്ത് ചെയ്തു? ഫിർസെ അപ്ന ഘർ പहुंच गया था, നേരെ തന്റെ വീട്ടിലേക്ക് പോയി. 16ാമത്തെ ചോദ്യം, സപ്തം കോ കഹാം വാപ്പസ് ജാനാ ഹെ, എവിടെയാണ് മടങ്ങി പോകേണ്ടിയിരുന്നത്? ഉത്തരം 4ാമത് കിടക്കുന്ന ആകാശമേ, ആകാശത്തിലായിരുന്നു. അടുത്ത 17ാമത്തെ ചോദ്യം, സപ്തം ഫിർസെ അപ്ന ഘർ പहुंच गया था, സപ്തം തന്റെ വീട്ടിലെത്തി. ഈ സന്ദർഭത്തിൽ. അടുത്ത 17ാമത്തെ ചോദ്യം, സപ്തം ഫിർസെ അപ്ന ഘർ പहुंच गया था, ഈ സന്ദർഭത്തിൽ സപ്തം ഓർ മാം കെ ബീച്ച് കി ബാത്ചിത് ലിഖേ, അമ്മയും സപ്തമും തമ്മിലുള്ള സംഭാഷണം എഴുതുക. വാർത്താലാപ് നമ്മൾ എഴുതി പഠിച്ചിട്ടുള്ള തരത്തിൽ എഴുതിയാൽ മതി. ഞാൻ മോഡലിന് വേണ്ടി ഇവിടെ ഒരെണ്ണം കൊടുക്കുന്നു. അമ്മ ചോദിക്കുന്നു, മാം കഹാം ഗയേ, എവിടെ പോയിരുന്നു? മയും ബഹുത്ത് പരേശാൻ ഹോ ഗയി ഥി, ഞാൻ വളരെ വിഷമിച്ചു പോയി. സപ്തം ധർത്തി പർ, ഞാൻ ഭൂമിയിൽ പോയി. മാം ക്യോം, എന്തിന്? ആകാശമേ രഹത്തെ മൈ ഊബുകയ, ആകാശത്തിൽ താമസിച്ച് ഞാൻ അങ്ങ് മടുത്തുപോയി. ധർത്തി കൈസേ ഹേ, ഭൂമി എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ ബഹുത്ത് പസന്തായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വഹാങ്കെ പേട് പൗധേ നദിയാം പഹാഡ് ഫൽ ഫൂൽ സബ് ബഹുത്ത് സുന്ദർ ഹേ, ലേക്കിൻ മാം, എനിക്കതെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്യാ ഹുവാ ബേട്ട, എന്താണ് കുഞ്ഞെ ഉണ്ടായത്? വഹാങ്കെ അന്ധകാർമേം, അവിടുത്തെ ഇരുട്ടിൽ മേര സുന്ദർ രംഗ്, എന്റെ മനോഹരമായ ഈ നിറം ദിക്കായി ദേ രഹേ ഥേ, കാണാൻ പറ്റുന്നില്ല. ബേട്ട ആകാശമേ രഹനെ വാലേത്തും, അമ്മ മറുപടി പറയുന്നു, മോനെ ആകാശത്തിൽ താമസിക്കുന്ന നിനക്ക് ധർത്തി പർ കൈസേ രഹ സക്തേ ഹോ, നിനക്ക് എങ്ങനെയാണ് ഭൂമിയിൽ പോയാൽ കഴിയുന്നത്? പ്രകൃതിമേയും ഹർ പ്രാണി കാ അപ്നാ അപ്നാ ജഗ് ഹേ, പ്രകൃതിയില് ഓരോ ജീവജാലങ്ങൾക്കും അവരവരുടേതായ സ്ഥലമുണ്ട്. അതിൻ്റെ ഒരു ചോയ്സ് ഉള്ളത് സംബന്ധ് പകച്ചാനേം ഓർ ലിഖേം, ബന്ധം മനസ്സിലാക്കി എഴുതുക. കിസിനെ കഹ, ആരാണ് പറഞ്ഞത്? അപ്പൊ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് കുറെ പോയിന്റ്, 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. തും സരൂർ യഹാം ആരാം കർ രഹേ ഹോ, നീ തീർച്ചയായും ഇവിടെ തങ്ങണം. അതാരാണ് പറഞ്ഞത്? തും സരൂർ യഹാം ആരാം കർ സക്തേ ഹോ, നീ ഇവിടെ, നിനക്കിവിടെ വിശ്രമിക്കാം. അത് പറഞ്ഞത് ലട്കായാണ്. തും മേരി ടഹനിയോമേം പർ നഹീം രഹ് സക്തേ, ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പേടാണ്. കിസി ചർണേക്ക് പാനിമേം ഇന്ദ്രധനുഷ് കൈസേ രഹ് സക്താ ഹേ, നിർച്ചറാണത് പറഞ്ഞത്. ക്യാ മൈൻ തുമാരി ഘർമേ ആരാങ്കർ സക്താഹും, ഞാൻ നിന്റെ വീട്ടിൽ താമസിച്ചോട്ടെ, അത് ഇന്ദ്രധനുഷാണ് പറഞ്ഞത്. അടുത്തത് ഒരു വാക്യ പിരമിഡ് ഉണ്ടാക്കാനാണ്. നമുക്കറിയാം 2 വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകളുടെ ചേർത്തിട്ട് സെന്റൻസുകളെ നമ്മൾ വികസിപ്പിച്ചെഴുതുകയാണ്. എന്താണ്? ഹം ഭോജൻ കർത്തേ ഹേ, ഹം സ്വാദിഷ്ട ഭോജൻ കർത്തേ ഹേ, ഇത് 2 തന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ എന്താണ്, അതിനകത്തൊരു വാക്കുകൂടെ ചേർത്ത് എഴുതണം. ഹം രാത്തുക്കോ സ്വാദിഷ്ട ഭോജൻ കർത്തേ ഹേ, ഹം രാത്തുക്കോ സാഗ് കാ സ്വാദിഷ്ട ഭോജൻ കർത്തേ ഹേ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് തെറ്റാതെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. അതില് ആപ്കെ വിചാർമേ ഏക അച്ഛേ ഡോക്ടർ കെ ഗുൺ ക്യാ ക്യാ ഹേ, താങ്കളുടെ വിചാരത്തിൽ ഒരു നല്ല ഡോക്ടറുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? സങ്കേതോങ്കെ ആധാർ പർ, താഴെ തന്നിരിക്കുന്ന സൂചനകളനുസരിച്ച് സൂചനകളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ടിപ്പണി തയ്യാറാക്കുക. ഒരു ചെറുകുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന ആ പാസേജ്, അതിനകത്ത് തന്നിരിക്കുന്ന സൂചനകൾ നമ്മൾ കൃത്യമായും വായിച്ചു നോക്കണം. ആ സൂചനകളെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ കുറിപ്പ് എഴുതാൻ. അപ്പം ഞാനിവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറിപ്പ് നമുക്ക് എഴുതാം. എങ്കിലും ഞാനിവിടെ മോഡലിന് വേണ്ടി ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. ഏക്ക് ഡോക്ടർ കെ ഗുണ.
അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് വായിക്കാം. മേരി റായ്മേം, എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ എങ്ങനെയായിരിക്കണം? ഈമാൻദാർ ഹോന ചാഹിയെ, നല്ല സത്യസന്ധരായിരിക്കണം. അപ്പനെ നൗക്കരി കോ ധൻ കമാനെ കാ ഉപായ് ന മാന്ന ചാഹിയെ, തൻ്റെ ജോലി ഒരു ധനസമ്പാദനം ആകരുത്. ഡോക്ടർ മരീസോങ്കി സേവാ ശുശ്രൂഷ കർണേ ചാഹിയെ, രോഗികളെ നല്ല രീതിയിൽ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും വേണം. मरीजों के साथ सहानुभूति पूर्वक व्यवहार करके समाज के लोगों को स्वस्थ रखने का कामों में भाग लेना चाहिए. രോഗികളോട് നല്ല സഹാനുഭൂതിപൂർവ്വം പെരുമാറി സമൂഹത്തിന് തന്നെ നല്ല ആരോഗ്യമുള്ളതാക്കി മാറ്റണം. അപ്നെ ദായിത്വ കെ കാമോമേ, തന്റെ ഉത്തരവാദിത്വത്തിൽ ഭാഗ് ലേന ചാഹിയെ, അതിൽ പങ്കാളിയാകുകയും വേണം. ഇനി ഇതിന് നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് സഹി മിലാൻ കരയും, ചേരുംപടി ചേർത്തെഴുതാനാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അവരവരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ശരി, ഒരഭിപ്രായമെങ്കിലും എഴുതണം. അത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അത് നമ്മൾ രണ്ട് സൈഡിലായി തന്നിരിക്കുന്നു. നമ്മൾ ആരോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെക്കരുത്. ഇവിടെ മോഡലിന് വേണ്ടി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ എഴുതിയിരിക്കുന്നു മാത്രം. നോക്കാം. ഡോക്ടർ രമണി അട്കുറി മനിയാരി നദി പർ അന്തേര ബാരിഷ്. ഇതിന് സമാനമായി അപ്പുറത്ത് അതിനോട് ചേരുന്നത് എടുക്കുക. ആദ്യത്തത് ഡോക്ടർ രമണി അട്കുറി ഏതാണ്? ക്ലിനിക്ക് ചലാത്തി ഹേ, ക്ലിനിക്ക് നടത്തുകയാണ്. മണിയാരി നദി പർ പുൽ നഹി ഹേ, പാലമില്ല. അന്തേര ഗഹ്ര ഹേ, ആഴത്തിലുള്ളതാണ്. ബാരിഷ് മുസൽധാർ ഹേ, വളരെ കഠിനമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാവരും നല്ല രീതിയിൽ പലതവണ കാണുകയും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയും. നല്ലൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നമുക്ക് വീണ്ടും നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.